കേരളത്തിന്റെ ചരിത്രത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാല് തൽക്കാലം ലീഗ് വിരോധമൊക്കെ മാറ്റിവെച്ചിട്ട് നിഷ്പക്ഷമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. നിങ്ങൾ സത്യവിശ്വാസിയായിരിക്കുമല്ലോ. യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുക എന്നുള്ളത് സത്യവിശ്വാസിയുടെ ലക്ഷണമല്ല, അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഒന്ന് യാഥാർത്ഥ്യത്തെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 48 മുസ്ലിം ലീഗ് ചോരയും നീരും ഒഴുക്കി ഉണ്ടാക്കിയുള്ള ഫറൂഖ് കോളേജിന് ശേഷം കേരളത്തിൽ മറ്റൊരു മുസ്ലിം കലാലയം കടന്നു വരാൻ 67 വരെ കാത്തു നിൽക്കേണ്ടി വന്നു കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്. എന്താ അത്? 48 ഉണ്ടായിട്ടുള്ള മുസ്ലിം ലീഗ് അധികാരം കൈയാളുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ചേർന്ന് അധികാരം കൈയാളുന്നത് 67-ലാണ്. അതിനു മുൻപേ നാമമാത്ര അധികാരം എംഎൽഎമാരും അല്ലാതെ കൃത്യമായിട്ട് ഭരണം കൈവശം വന്നിരുന്നില്ല. 67-ലാണ്. 67-ൽ വന്ന മുസ്ലിം ലീഗ് ചെയ്തതെന്നറിയോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള മലബാറിൽ ഓടി നടന്ന് LP സ്കൂളുകളും UP സ്കൂളുകളും കൊടുത്തു സമുദായത്തിന്. കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറല്ലാതിരുന്ന മുസ്ലിം രക്ഷിതാക്കൾക്ക് അവർ പറഞ്ഞ കാരണം വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ പറ്റൂല, റമദാനിൽ നോമ്പെടുക്കാൻ പറ്റില്ല, കോയ ഇങ്ങളെ സ്കൂളിൽ പോയാലെന്നാ പറഞ്ഞ്. കോയ സാഹിബ് ചെയ്തെന്നറിയോ? വെള്ളിയാഴ്ചകളില്ലാത്ത റമദാനിൽ പ്രവർത്തിക്കാത്ത മുസ്ലിം കലണ്ടർ സ്കൂളുകൾ കൊടുത്തു സമുദായത്തിന്. ആൺകുട്ടികൾ വരാൻ തുടങ്ങി, പെൺകുട്ടികൾ വരുന്നില്ല. അതിനും കോയ പ്രതിവിധി അന്വേഷിച്ചു, പറഞ്ഞു കൊടുത്തു രക്ഷിതാക്കൾക്ക്. പെൺകുട്ടികൾക്ക് അങ്ങോട്ട് പണം തന്നാൽ കുട്ടികളെ പറഞ്ഞേക്കോ? ഭയങ്കര ചെലവാണ് കോയ, പറഞ്ഞേക്കാൻ കഴിയില്ല ആൺകുട്ടികളെ പെൺകുട്ടികളെ എന്ന് പറഞ്ഞ രക്ഷിതാക്കളോട് പറഞ്ഞു, പെൺകുട്ടികൾക്ക് ഞാൻ അങ്ങോട്ട് പണം തരാം ഗവൺമെന്റ് ട്രഷറിയിൽ നിന്ന്, മുസ്ലിം ഗേൾസ് സ്കോളർഷിപ്പ്. അങ്ങനെ പണം കൊടുത്തു അങ്ങോട്ട്. അത് കേട്ടപ്പോൾ രക്ഷിതാക്കൾ, ഒരു 5 പൈസ കയ്യിലില്ലാത്ത പാവപ്പെട്ട രക്ഷിതാക്കൾ ഉള്ളുണർന്ന് കുട്ടികളെ പറഞ്ഞേക്കാൻ തുടങ്ങി, പെൺകുട്ടികളും പഠിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കേരളത്തില് മുസ്ലിം വിദ്യാഭ്യാസ നവോത്ഥാനത്തിന്റെ ആരംഭം കുറിക്കപ്പെടുന്നത് എന്ന് ഈ സഹോദരൻ മനസ്സിലാക്കണം. അതിന്റെ പിന്നിൽ മുസ്ലിം ലീഗിന്റെ നിണത്തിന്റെയും വേർപ്പിന്റെയും ഗന്ധമുണ്ട് എന്ന് പറയാതിരിക്കൽ ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ, സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ നന്ദികേടാണ്. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾ മത്തയിട്ട് മെഡിസിന് പഠിക്കുന്ന കുട്ടികൾ വരിവരിയായി നിരതരയായി വരുന്നത് കാണുമ്പോൾ RSSകാരന് ഹാലിളകാണ്. അവൻ ചോദിക്കുകയാണ്, അവന്റെ ഹിന്ദുത്വ കേരള എന്ന് പറയുന്ന സൈറ്റിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിലൂടെ പർദ്ദയിട്ട നമ്മുടെ കുട്ടികൾ, മത്തയിട്ട നമ്മുടെ കുട്ടികൾ ഇറങ്ങി വരുന്നത് കാണിച്ചിട്ട്, മെഡിക്കൽ കോളേജ്, അറബിക് കോളേജ് അല്ല മെഡിക്കൽ കോളേജ്, കേരളം എങ്ങോട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ തലത്തിലേക്ക് കേരളത്തെ കൊണ്ടുവന്നത് അന്ന് അങ്ങോട്ട് പണം കൊടുത്ത് പഠിപ്പിച്ച കോയ സാഹിബും കോയ സാഹിബിന്റെ CH മുഹമ്മദ് സാഹിബിന്റെ മുസ്ലിം ലീഗുമാണ്. അത് 67-ൽ തുടങ്ങി. അങ്ങനെ കൊടുത്ത് 68-ൽ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ജില്ല ഉണ്ടാവണം. അതിനു മുൻപേ എന്ത് വേണം? ഉന്നത വിദ്യാഭ്യാസം എത്തിപ്പിടിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി വേണം. കൊത്താരി കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ മറപിടിച്ച് മുസ്ലിം ലീഗും CH മുഹമ്മദ് സാഹിബും പട്ടപൊരുതി നേടി 68-ൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലപ്പുറത്തിന്റെ പെരുമാറിൽ തേഞ്ഞിപ്പാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതിനുശേഷം നോക്കിയപ്പോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിന്റെ പിന്നോക്കാവസ്ഥയുടെ പ്രധാനപ്പെട്ട കാരണം ചിന്നിച്ചതറി കിടക്കുകയാണ്, ഒരു കൺസോൾട്ടേഷൻ ഇല്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി കോഴിക്കോട് ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ഭാഗങ്ങൾ ചേർത്ത് ഏറനാടും തിരൂർ താലൂക്കും കൂട്ടിച്ചേർത്ത്, കോഴിക്കോടിന്റെ ഭാഗമായിരുന്ന തിരൂർ താലൂക്കും പാലക്കാടിന്റെ ഭാഗമായിരുന്ന ഏറനാട് താലൂക്കുകളും കൂട്ടിച്ചേർത്ത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ ജില്ല ഉണ്ടാക്കി. ഒരു കളക്ടർ ഉണ്ടായാൽ, ഒരു ജില്ല എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു ലേബൽ ഉണ്ടായാൽ വികസനത്തിന് സാധ്യത കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാ കൊമ്പന്മാരുടെയും വമ്പന്മാരുടെയും കേരളഭരണമുള്ള ആളുകളുടെ അതിശക്തമായ എതിർപ്പുകളെ തണവത്കരിച്ച് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ ജില്ലയുണ്ടാക്കി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തു. LP മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുത്തു. മുസ്ലിം ആൺകുട്ടികൾക്ക് പഠിക്കാൻ മുസ്ലിം കലണ്ടർ സ്കൂളുകൾ കൊടുത്തു. പെൺകുട്ടികൾക്ക് പഠിക്കാൻ മുസ്ലിം വിദ്യാർത്ഥി സ്കോളർഷിപ്പ് കൊടുത്തു. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി. അതിനുശേഷം മലപ്പുറം ജില്ലയുണ്ടാക്കി. അവിടെ അവസാനിക്കുന്നില്ല. അവിടുന്ന് ആ പാകിയ നന്മയുടെ വിത്തുകളാണ് മുളപൊട്ടി വൻമരങ്ങളായി, അഭിമാനമുള്ള സമുദായത്തിന്റെ അഭിമാന സ്തംഭങ്ങളായി നാടുനീളെ പരന്നു കിടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നത്. മുർഷിദാബാദിലെ മുസ്ലിമിന് ഇല്ലാതെ പോയത് മുസ്ലിം ലീഗായിരുന്നു. 36 പഗാനയിലെ മുസ്ലിം സമൂഹത്തിന് ഇല്ലാതെ പോയത് മുസ്ലിം ലീഗായിരുന്നു. മുസ്ലിം ലീഗ് ഇല്ലാതിടത്തൊക്കെ മുസ്ലിം സമൂഹം അടിച്ചു കൊല്ലപ്പെടുകയാണ്, അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കപ്പെടുകയാണ്. നമ്മൾ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ്. ഒരേ ഇന്ത്യയിൽ ഒരേ ഫെഡറൽ സംവിധാനമുള്ളിടത്ത്, ഒരേ ഭരണഘടനയുള്ളിടത്ത്. അതിനുശേഷം നമ്മൾ കാണുന്ന മലപ്പുറം ജില്ല, നിങ്ങൾ പറഞ്ഞല്ലോ 80% വീടുകളിലും
നമ്മുടെ കുട്ടികൾ ഗൾഫിലാണെന്ന് പറഞ്ഞില്ലേ, ലീഗ് അധികാര പങ്കാളിത്തം വഹിക്കുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, സാംസ്കാരിക പുരോഗതി ഉണ്ടാക്കുന്നു, സാമൂഹിക ഭദ്രത ഉണ്ടാക്കുന്നു. ഇനി വേണ്ടത് സാമ്പത്തിക ഭദ്രതയാണ്. മുസ്ലിം ലീഗ് തന്നെയാ പറഞ്ഞു കൊടുത്ത 1970-കളിൽ പെട്രോൾ ഡോളർ കടന്നു വന്നപ്പോ മുസ്ലിം ലീഗ് തന്നെയാ പറഞ്ഞു കൊടുത്തത്. ഗോർഫുഖാൻ ദ്വീപിലേക്ക് പത്തേമാരി കയറി ഇറങ്ങി 1-ന് 8-ഉം 10-ഉം കിട്ടുന്ന റിയാലിന്റെയും ദിർഹമിന്റെയും ദിനാറിന്റെയും ലോകത്തേക്ക് മലബാറിലെ മാപ്പിളയെ കൈപിടിച്ചു കൊണ്ടുപോയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്. ചരിത്രം വായിച്ചു നോക്ക്. പോയപ്പോ അതിന് എയർപോർട്ട് വേണം. കുമ്മിണിക്കുന്നിൽ, കുറുക്കൻ ഓരിയിടുന്ന കുമ്മിണിക്കുന്നിൽ മൂക്കിന് താഴെ എയർപോർട്ട് ഉണ്ടാക്കി കൊടുത്തു CH മുഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘം. ഭൂമി കൊടുക്കാത്ത ആളുകളോട് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കൊടുത്തു, സ്ഥാപനമുണ്ടാക്കി കൊടുത്തു. അതിനുശേഷം പാസ്പോർട്ട് കിട്ടുന്നില്ല, മലപ്പുറത്ത് പാസ്പോർട്ട് ഓഫീസ് ഉണ്ടാക്കി കൊടുത്തു. മലബാറിലെ മുഴുവൻ ജില്ലാ ആസ്ഥാനങ്ങളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ECNR ഇമിഗ്രേഷൻ ക്ലിയറൻസ്, അത് ഡിഗ്രി വേണമായിരുന്നത് അടിച്ചു കിട്ടാൻ, അത് ആദ്യം പ്രീ ഡിഗ്രിയും +2-ഉം പിന്നെ SSLC-യും ആക്കി കൊടുത്തു. എല്ലായിടങ്ങളിലും പ്രവാസികൾക്ക് അനുകൂലമായിട്ട് തരംഗം സൃഷ്ടിച്ചു. പ്രവാസത്തിന്റെ പണം ജീവകാരുണ്യ മേഖലയിലേക്ക് വഴിതിരിച്ചു വിട്ട് അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങളെ മാറ്റിമറിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയാട്ടിയ പ്രസ്ഥാനത്തിനും ഇതിന്റെ പോഷക ഘടകമായിട്ടുള്ള KMCC-ക്കും സാധിച്ചു. ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ദുബൈയിലുള്ളതുപോലെ സ്പോണ്ടേനിയസ് ആയിട്ട് അവിചാരിതമായി യാദൃച്ഛികമായി എല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ ഒട്ടമരിക്കാനുള്ള വികസനമാണെങ്കിൽ മുസ്ലിങ്ങൾ തേക്ക് പാർക്കുന്ന എല്ലായിടങ്ങളിലും അതുണ്ടാവണം. എന്തേ മലപ്പുറം ജില്ലയിൽ മാത്രം 80% വീടുകളിൽ നിന്ന് ഗൾഫിലേക്ക് പോകാനുള്ള മാനസികാവസ്ഥയും സുരക്ഷിതത്വ ബോധവും സാംസ്കാരിക സാമൂഹിക ഭദ്രതയും വിദ്യാഭ്യാസ ഭദ്രതയും അങ്ങനെയൊരു സമാധാനവും കേരളത്തിന്റെ മണ്ണ് സൃഷ്ടിച്ചെടുത്തത് ആരാണ്? 3-4 വർഷം ഗൾഫിൽ നിന്ന് അധ്വാനിച്ച് കട്ടപ്പെട്ട് തിരിച്ചു വീഴുമ്പോഴും തങ്ങളുടെ മാനമാരും കവരില്ല, തങ്ങളുടെ കുടുംബത്തെ ആരും ദ്രോഹിക്കില്ല, ചോദിക്കാനും പറയാനും ആരൊക്കെയോ കേരളത്തിന്റെ മണ്ണിൽ നമുക്കുണ്ട് എന്നൊരു ബോധം കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? അത് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മനസ്സിൽ, സുഡാപ്പിക്കാരന്റെ മനസ്സിൽ, മുജാഹിദുകാരന്റെ മനസ്സിൽ, സുന്നിയുടെ മനസ്സിൽ ആരാണ് അത് ഉണ്ടാക്കി കൊടുത്തത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നുവെങ്കിൽ ആ സുരക്ഷിത ബോധം ബംഗാളിലെ മുസ്ലിമിന് ഉണ്ടാവേണ്ടതായിരുന്നു. ഇനി കോൺഗ്രസ് ആണെങ്കിൽ ആ സുരക്ഷിത ബോധം ആസാമിലെ മുസ്ലിമിന് ഉണ്ടാകണമായിരുന്നു. മറ്റേതെങ്കിലും പാർട്ടിക്കാരനാണെങ്കിൽ ആ സുരക്ഷിത ബോധം അവർക്കൊക്കെ അധീശത്വധികാരമുള്ള മറ്റെവിടെയെങ്കിലും ഉണ്ടാവണമായിരുന്നു. 90% മുസ്ലിങ്ങളുള്ള കാശ്മീരിൽ മുസ്ലിമിന് അസുരക്ഷിത ബോധമില്ലാതെ പോയത് അവിടുത്തെ മുസ്ലിങ്ങളുടെ സംഘശക്തി തീവ്രവാദത്തിന്റെ പേരിൽ സംഘടിച്ച് ചിന്ന ഭിന്നമായി നിന്നതുകൊണ്ടാണ്. 4 കോടി മുസ്ലിങ്ങളുള്ള UP-യിലെ മുസ്ലിമിന് അസുരക്ഷിത ബോധമില്ലാതെ പോയത് അവൻ ദൈവബന്ധി എന്നും ബറേൽവി എന്നും അഹ്ലെ ഹദീസ് എന്നും ഷിയ എന്നും ഭിന്നിച്ചു നിന്ന് തമ്മിൽ പോരടിച്ചതിന്റെ പേരിലാണ്. മോഡി സമ്മേളനം വിളിക്കുമ്പോൾ അവിടെ പോയി അയാളുടെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുന്ന ഒരു സമൂഹമായി അവർ മാറിപ്പോയത് കൊണ്ടാണ്. ഐക്യം അവർക്ക് അന്യമായി പോയത് കൊണ്ടാണ്. എന്ന ഖുർആന്റെ അർത്ഥവാക്യം, അള്ളാഹുവിന്റെ പാശത്ത് നിങ്ങൾ ഒന്നിച്ച് മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത്, ഐക്യത്തിൽ മഹത്വമുണ്ട്, ഹൈറുൽ ജുമഅയിൽ ഹൈറുണ്ടെന്ന് പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന്റെ ആശയങ്ങളെ ആദർശങ്ങളെ ഒരു പരിധിവരെ അണപ്പല്ലുകൊണ്ട് കണ്ടിച്ചു പിടിച്ചപ്പോ കേരളത്തിലെ മുസ്ലിം സമൂഹം നേടിയെടുത്തുള്ള അഭിമാനകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തിന് മുഴുവനായിട്ടല്ലെങ്കിലും ഒരു പങ്ക് മുസ്ലിം ലീഗിന് തന്നുകൂടെ? നിങ്ങൾക്ക് പരിശോധിച്ചുകൂടെ? ചരിത്രത്തെ താരതമ്യം ചെയ്തുകൂടെ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളെയും? ഇനിയും ഞാൻ പറഞ്ഞു തരണോ? ചരിത്രത്തിലെ ഏടുകളെ സ്കാൻ ചെയ്യണോ, സ്കിം ചെയ്യണോ? വേണമെങ്കിൽ ഇനിയും പറഞ്ഞു തരാം. ഇനിയും സംശയങ്ങളായിട്ട് വാഴും. കടന്നു പോകാൻ നിങ്ങൾ സംശയങ്ങളുമായിട്ട്. മുസ്ലിം ലീഗ് വിരോധം നിങ്ങളുടെ അകക്കണ്ണിന്റെ കാഴ്ചയെ നശിപ്പിക്കാതിരിക്കട്ടെ. യാഥാർത്ഥ്യങ്ങളെ കണ്ണ് തുറന്ന് കാണാനുള്ള നിങ്ങളുടെ ആ ഒരു സച്ചരിതത്വത്തെ, സൽപാന്താവിനെ അത് നശിപ്പിക്കാതിരിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്മയെ പ്രചരിപ്പിക്കാനും തിന്മയോട് വിരോധം പ്രഖ്യാപിക്കാനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.